പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മനുഷ്യർ ആര് എവിടെ എപ്പോൾ എന്ത് ചെയ്താലും അതിനുള്ളിൽ ഒരു സ്വാർത്ഥഭാവം ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്നത് നമുക്കെല്ലാം നല്ലതുപോലെ അറിയുന്ന കാര്യമാണ്. എന്നാൽ സ്വാർത്ഥലാഭമില്ലാതെ സ്നേഹിക്കുകയും നമ്മളെ ആത്മാർത്ഥമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ശക്തി നമ്മൾ കൽപ്പിച്ചു കൂട്ടി പല പേരുകളിൽ നൽകി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച ദൈവങ്ങൾ തന്നെയാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയുള്ള ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അവർക്ക് ആരാധിക്കാനും അവരെ പ്രാർത്ഥിക്കാനും വേണ്ടി നമ്മുടെ പൂർവികർ പലതരത്തിലുള്ള സ്തോത്രങ്ങളും സ്തുതിഗീതങ്ങളും വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുക്കളും ഒരുപാട് എഴുതി നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് നമ്മുടെ അമ്പലങ്ങളിൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ആ അമ്പലത്തിൽ ഉത്സവം നടക്കാറുണ്ട്. ആ ഉത്സവം നടക്കണമെങ്കിൽ അവിടെ കൊടിയേറണം, അല്ലെങ്കിൽ ദ്വിജം കെട്ടണം. അതായത് അമ്പലത്തിന് മുമ്പിൽ ഒരു കൊടിമരം സ്ഥാപിച്ച് ഉത്സവം നടക്കുന്നതിന് മുമ്പ് ഒരു കൊടിയേറ്റ് നടത്തണം. ഈ കൊടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റേതായ കൊടിയുടെ ചുറ്റും കിടക്കുന്ന പരിസരത്ത് കിടക്കുന്ന ഭക്തരിലേക്ക് ഒരു സംരക്ഷണ വലയം, ഒരു ഭക്തിയുടെ സംരക്ഷണ വലയം, ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതിന് തന്നെയാണ് അവിടെ ഒരു കൊടി കയറ്റുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലെ കൊടിമരം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഏത് കൊടിയായാലും ശരി, നമ്മുടെ രാജ്യത്തിൻ്റെ കൊടിയായാലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൊടിയായാലും എല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പാറി നടക്കുന്നതാണ് കണ്ടത്. എന്നാൽ നമ്മുടെ അമ്പലത്തിലെ കൊടി അല്ലെങ്കിൽ ദ്വിജം എന്തുകൊണ്ടാണ് താഴോട്ടേക്ക് പറക്കുന്നത് എന്ന് എല്ലാവർക്കും തോന്നിയിട്ട സംശയമാണ്. അത് പലർക്കും അറിയുമായിരിക്കാം. എങ്കിലും ഞാൻ എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി അതിൻ്റെ കാര്യം പറയുകയാണ്. വലിയ വീഡിയോ ആയി പോകും, അതുകൊണ്ട് 2 വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുകയാണ്. ഇഷ്ടമുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് കൊടിയുടെ ദ്വിജം താഴോട്ട് പറക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് കൊടിക്കൂറയിലേക്ക് കയറ്റുന്നത്, ആവാഹിക്കുന്നത് അറിഞ്ഞാൽ മാത്രമേ എന്താണ് കൊടിക്കൂറയിലേക്ക് തന്ത്രിമുഖ്യന്മാർ ആവാഹിച്ച് കയറ്റുന്നത് എന്ന് നമ്മൾക്ക് അറിയണം. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് മണ്ണ്, ജലം, കനൽ, കാറ്റ്, അമ്പരം, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും മുഖ്യമായ അഗ്നിസ്വരൂപിണിയായിട്ടാണ് നമ്മളുടെ പ്രാണൻ, മനുഷ്യൻ്റെ പ്രാണൻ മനുഷ്യനിൽ കുടികൊള്ളുന്നത്. അതെവിടെയാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഷഡാധാരങ്ങളിൽ ഒന്നാമത്തേതായ മൂലദ്വാരത്തിൽ 3.5 ചുറ്റുപാമ്പിൻ്റെ ആകൃതിയിൽ അഗ്നിസ്വരൂപിണിയായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാണൻ കുടികൊള്ളുന്നത്. ആ അഗ്നിസ്വരൂപിണിയായ പ്രാണശക്തിയാണ് തന്ത്രിമുഖ്യന്മാർ കൊടിമരത്തിലേക്ക് ആവാഹിച്ച് മന്ത്രങ്ങളും തന്ത്രങ്ങളും ചൊല്ലി വ്രതാനുഷ്ഠാനങ്ങൾ എടുത്തതിന് ശേഷം മന്ത്രങ്ങളും തന്ത്രങ്ങളും ചൊല്ലി ആവാഹിച്ച് അഗ്നിസ്വരൂപിണിയായ പ്രാണനെയാണ് കൊടിക്കൂറിയിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഈ അഗ്നി എന്ന് പറയുന്നത് രൂപം ഇല്ലാത്ത ഒരു വസ്തുവാണ്. അതിനെ പകരുന്നതനുസരിച്ച് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏത് രൂപത്തിലാണോ അതിനെ ഉൾക്കൊള്ളുന്നത് അതാണ് അതിൻ്റെ രൂപം. അഗ്നിക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമ്മൾ ഏത് കാര്യത്തിനും പ്രാർത്ഥനയുടെ കാര്യത്തിൽ എപ്പോഴും അഗ്നി മുഖ്യം തന്നെയാണ്. അതെന്തുകൊണ്ടെന്നാൽ പ്രാണശക്തി അഗ്നിയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ രൂപമില്ലാത്ത പരമാത്മാവിനെ ദേവൻ്റെയോ ദേവിയുടെയോ ധ്യാന ശ്ലോകം ചൊല്ലി രൂപം നൽകി മൂലാധാര ചക്രത്തിലെ കുണ്ടലിലേക്ക് ആവാഹിച്ച് ലയിപ്പിച്ചതിന് ശേഷം മൂലാധാര ചക്രത്തിൽ അഗ്നിസ്വരൂപിണിയായി കുടികൊള്ളുന്ന പ്രാണശക്തിയോടൊപ്പം മൂലമന്ത്രത്തോടെ, നല്ല മന്ത്രങ്ങളായിരിക്കണം. ശരിക്കും മന്ത്രവും തന്ത്രവും പഠിച്ച ഒരു തന്ത്രി തന്നെ, അത് വ്രതശുദ്ധിയോടുകൂടി മന്ത്രവും തന്ത്രവും പഠിച്ച ഒരു തന്ത്രി തന്നെ അത് ചെയ്യണം. കാരണം മന്ത്രങ്ങൾക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഉറങ്ങുന്നവനെ ഉണർത്താനും ഉണർത്തിയവനെ ഉറക്കാനും, അങ്ങനെയെന്നല്ല പർവ്വതത്തെ പോലും കുനിച്ചു നിർത്താനും വൃക്ഷങ്ങളെ കുനിച്ചു നിർത്താനും ഒക്കെയുള്ള ശക്തി നമ്മളുടെ പുരാണത്തിലെ ഋഷിമാരും മുനിമാരും തപസ് ചെയ്ത് നേടിയ
മന്ത്രത്തിന് ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ മൂലമന്ത്രത്തോടു കൂടി കൊടിക്കൂറിലേക്ക് കയറ്റുന്നത് പ്രാണശക്തിയാണ്. ദേവൻ്റെയോ ദേവിയുടെയോ സങ്കല്പത്തിൽ ദേവിയുടെ പേര് നൽകി പ്രാണശക്തിയെ കൊടിമരത്തിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എപ്പോഴും നല്ല താന്ത്രിക ചടങ്ങോടുകൂടി തന്നെ ചെയ്യണം. ചെയ്യാൻ വരുന്ന താന്ത്രിക്ക് അതിൻ്റേതായ സൗകര്യങ്ങൾ അമ്പലത്തിൽ ഒരുക്കി കൊടുക്കണം. ആ തന്ത്രിയാണെങ്കിൽ വ്രതാനുഷ്ഠാനം നടത്തി ആ തന്ത്രവിധിയെല്ലാം ഭംഗിയായി പഠിച്ച് ഓരോരോ കൈവെപ്പിനനുസരിച്ചും മന്ത്രങ്ങൾ ഉച്ചരിച്ച് ആ ചടങ്ങ് നിർവഹിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തന്ത്രി നല്ല തന്ത്രിയായിരിക്കണം എന്ന് എല്ലാ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മനസ്സിലാക്കണം. നല്ല തന്ത്രി ചെയ്യുമ്പോൾ മാത്രമാണ് ആ കൊടിക്കൂറിൽ എന്താണോ ഉദ്ദേശിക്കുന്നത്, കൊടിക്കൂറിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് ഒരു മാന്ത്രിക വലയം, ദൈവീക ശക്തിയുള്ളൊരു മാന്ത്രിക വലയം സൃഷ്ടിക്കുക, അവിടെ വരുന്ന ഭക്തരിലേക്ക് മാന്ത്രികമായ ദൈവിക ശക്തി എത്തിക്കുക, അവർക്കൊരു സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഒരു കൊടിമരത്തിലേക്ക് കൊടി കയറ്റുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന തന്ത്രി എപ്പോഴും നല്ല ഭക്തിയും നല്ല പരിശുദ്ധിയും നല്ല മന്ത്രോച്ചാരണവും ഉള്ള ആളായി തന്നെ ഇരിക്കണം എന്ന കാര്യം ഇത് അമ്പലത്തിലെ ഭരണാധികാരികൾ എപ്പോഴും ഓർക്കേണ്ടുന്ന കാര്യമാണ്. ബാക്കിയുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. നന്ദി, നമസ്കാരം.